നമ്മളിപ്പോൾ ഒരു പ്രസവം എന്ന് പറയുമ്പോൾ അവിടെ ജനിക്കുന്നത് ഒരു കുട്ടി മാത്രമല്ല, പുതുതായിട്ട് ഒരു അമ്മയും കൂടെ അവിടെ ജനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രസവം കഴിഞ്ഞ ലേഡിക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് സർവീസസ് എന്ന് പറയുന്നത് ഒഴിച്ചൽ, അഭ്യംഗം എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഈ ഫേസ് മസാജ്, ഫുട്ട് മസാജ്, ഫേസ് പാക്ക്, ഹെയർ പാക്ക്, അതുപോലെ മുടി പുകയ്ക്കുന്നത്, കേശധൂപനം, ധൂമപാനം. ആവശ്യക്കാരൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഹൈ ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിജയ സാധ്യത എന്ന് പറഞ്ഞത് എബോ 90% ആണ്. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ട് ഓരോ ഫാമിലിയിലും അവർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ടെൻഷനോട് കൂടിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സർവീസ് സെക്ടറിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഞാനും ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ വീട്ടിലൊരു പ്രസവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഓരോ ഫാമിലിയിലുള്ള അവരുടെ ഗൃഹനാഥന്മാർക്ക് വരുന്ന ഏറ്റവും വലിയൊരു ടെൻഷൻ പിടിച്ചൊരു മേഖലയാണ്. കാര്യം ഒരു ഹോം നേഴ്സിനെ നമ്മൾ നിർത്തിയാൽ തന്നെ അത് എത്രത്തോളം കഴിവുള്ള ആളാണെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് വരുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഫുഡ് ഇതൊന്നും അധികം നമുക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു പീരീഡ് കഴിയുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യവും. ഇതിനൊരു കറക്റ്റ് സൊല്യൂഷനാണ് ഗ്ലോമോംസ് പോസ്റ്റ്മോർട്ടം കെയർ നൽകുന്നത്. ഈ ഒരു വീഡിയോയിൽ എന്താണ് ഈ ഗ്ലോമോംസ് പോസ്റ്റ്മോർട്ടം കെയർ നൽകുന്ന ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ A to Z ഡീറ്റെയിൽസ് നമ്മുടെ കൂടെ ഇന്ന് ഇവിടുത്തെ ഡോക്ടർ ഹിത മാം കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഇത് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഒരു പ്രസവം എന്ന് പറയുമ്പോൾ അവിടെ ജനിക്കുന്നത് ഒരു കുട്ടി മാത്രമല്ല, പുതുതായിട്ട് ഒരു അമ്മയും കൂടെ അവിടെ ജനിക്കുകയാണ്. അപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ് 45 ദിവസമാണ് അമ്മേനെ സൂതിക എന്ന് പറയുന്നത്. അപ്പോൾ ആ പീരീഡിൽ നമ്മൾ മസ്റ്റായിട്ട് എടുത്തിരിക്കേണ്ട കുറേ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ആ ട്രീറ്റ്മെന്റ്സ് നമുക്ക് അന്ന് ആ ഒരു ടൈം പീരീഡിൽ മാത്രമല്ല, ഒരു നെക്സ്റ്റ് ഡെലിവറി വരെ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ ഈ വരുന്ന ട്രീറ്റ്മെന്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് എല്ലാവരും ഇപ്പം പേഷ്യൻസ് വരുമ്പം ചോദിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രസവം കഴിഞ്ഞ ലേഡിക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോ പേഷ്യൻറ്റിൻ്റെ ബോഡി കണ്ടീഷൻ, അവരെ പ്രകൃതി, അവരെ ശരീരത്തിലുള്ള, നമുക്ക് ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ വാദം, പിത്തം, കഫം, അത് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ് അനുസരിച്ച് മാറാം. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിക്ക് അനുസരിച്ച് മാറാം. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു പേഷ്യൻറ്റിന് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സർവീസസ് എന്ന് പറയുന്നത് ഒഴിച്ചൽ, അഭ്യംഗം എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഈ ഫേസ് മസാജ്, ഫുട്ട് മസാജ്, ഫേസ് പാക്ക്, ഹെയർ പാക്ക്, അതുപോലെ മുടി പുകയ്ക്കുന്നത്, കേശധൂപനം, ധൂമപാനം. പിന്നെ നോർമൽ ഡെലിവറി കഴിഞ്ഞതിലാണെങ്കിൽ നമ്മുടെ യോനി ഭാഗത്ത് വരുന്ന ഇച്ചിങ്, അതുപോലെ ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യോനി ധൂപനം കൊടുക്കുന്നുണ്ട്. എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടിയുടെ തേച്ചുകുളിയും എണ്ണ തേപ്പും കുളിയും, ഇത് രണ്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ പറഞ്ഞു. ഇതൊക്കെ സാധാരണ ഒരു വീട്ടിൽ പ്രസവിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഈ പ്രസവിച്ച ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ വയറ് പുറത്തേക്ക് തള്ളുക, അവർ വയറ് ലൂസാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് സ്പെഷ്യലായിട്ട് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇതിന് സ്പെഷ്യലായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നതാണ് അബ്ഡോമിനൽ ബൈൻഡിങ്. ബൈൻഡിങ് എന്ന് പറയുന്നത്, അത് ബൈൻഡ് ചെയ്യാൻ നമുക്ക് അധികം കണ്ടിട്ടുണ്ട്, ബാക്ക് പെയിൻ ഉള്ളവർക്ക് കൊടുക്കുന്ന ബെൽറ്റാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്തിട്ട് വരുന്നത്. പക്ഷെ അത് കൂടാണ്ട് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അബ്ഡോമിനൽ ബൈൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ വയറ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ളതാണ് മസിൽ ടോണിങ് എക്സസൈസുകൾ. അത് നമുക്ക് ഇപ്പോൾ ഒരു സ്പെസിഫിക് ടൈം പീരീഡ്, ഒരു സിസേറിയൻ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 2 months കഴിഞ്ഞിട്ടും, നോർമൽ ഡെലിവറി ആണെങ്കിലും ഒരു 1 month കഴിഞ്ഞിട്ടും നമ്മൾ അവരവരുടെ ബോഡി സ്പെസിഫിക് കണ്ടീഷൻ വെച്ചിട്ട് അവർക്ക് അഡ്വൈസ് ചെയ്യുന്നതാണ് എക്സസൈസ്. അതുപോലെ തന്നെ വാക്കിംഗ് നമ്മൾ ട്രെഡ്മില്ലാണ് ഇവിടെ വാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു 3 weeks കഴിഞ്ഞാൽ തന്നെ, നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഒരു 3 weeks കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരെ വാക്ക് ചെയ്യിപ്പിക്കും.
അപ്പോൾ ഈ ബോഡി മസാജിങ് എന്ന് പറഞ്ഞല്ലോ, ഇതിൽ എന്തൊക്കെയാണ് കാര്യമായിട്ട് ചെയ്യുന്നുള്ളത്? ബോഡി മസാജിങ് സാധാരണ കിട്ടുന്ന മസാജിങ് തന്നെയാണോ, അതോ സ്പെഷ്യലായിട്ട് ഇവിടെ എന്തെങ്കിലും സെപ്പറേറ്റ് മസാജ് ചെയ്യുന്നുണ്ടോ? സെപ്പറേറ്റ് മസാജ് നമ്മൾ ചെയ്യുന്ന അതായത് ഹെഡ് ടു ടോ മസാജ് ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു മസാജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇന്നൊരു ബോഡി പാർട്ടിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ അവിടെ കവർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വരാത്ത രീതിയിൽ ഫുൾ ഹെഡ് ടു ടോ മസാജാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ കുട്ടികളെ മസാജ് ചെയ്യുന്ന വിഷയത്തിൽ അവർക്ക് നോസിന് കാര്യങ്ങൾക്കൊക്കെ ചെറിയ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞേക്കാം. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാം. പക്ഷേ ഈ പ്രേക്ഷകരിൽ ഒരുപാട് ആൾക്കാർക്ക് വരുന്ന സംശയങ്ങളായിരിക്കും. അപ്പൊ അത്ര കുട്ടികൾക്കുള്ള ഈ ഒരു മസാജിങ്ങിന്റെ കാര്യത്തിൽ അത് എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്? കുട്ടികളിൽ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുക എണ്ണ തേച്ച് കുറച്ചേറെ ഇരുത്തി നേരെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് നമ്മൾ ജോയിന്റ്സിലെല്ലാം നമ്മളെ ഹിപ്പ് ജോയിന്റ്, നീ ജോയിന്റ്, ഇതിനൊക്കെ ഒരു മൂവ്മെന്റ്സ് കൊടുക്കാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡുകൾ? ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻസ്, അതേപോലെ മിനറൽസ്, ഒരുപാട് ഐറ്റംസ് വേണമല്ലോ. അത് ഒക്കെ ഇവിടുന്ന് നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബേസ് റേറ്റിൽ ഇൻക്ലൂഡഡ് ആണോ? ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് വരുന്നത് 3 പാക്കേജ് ആയിട്ടാണ് വരുന്നത്. 21 ഡേയ്സ്, 30 ഡേയ്സ്, 40 ഡേയ്സ്. അതല്ലാണ്ട് നമ്മൾ പാക്കേജ് ആവശ്യപ്പെടുന്നവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജും കൊടുക്കുന്നുണ്ട്. ഇതിൽ വരുന്ന ട്രീറ്റ്മെന്റ്സിലോ ഫുഡിന്റെ കാര്യത്തിലോ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ഡേയ്സിന്റെ എണ്ണത്തിൽ മാത്രമേ കുറവുള്ളൂ. ഇപ്പോൾ പ്രസവിച്ച ഒരു സ്ത്രീക്ക് വേണ്ട പ്രോട്ടീൻ നമ്മളിപ്പോൾ പറയും, ഇനീഷ്യലി നമ്മളിപ്പോൾ കൊടുക്കും, ഓരോ ആൾക്ക് ഓരോ ഫുഡ് കൊടുക്കുമ്പോൾ പൊതുവെ വരുന്ന ഒരു കൺസേൺ ആണ്, ഇന്ന ആൾക്ക് കൊടുക്കുന്ന ഫുഡ് ഇന്ന ആൾക്ക് കൊടുക്കുന്നില്ല. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള അവരുടെ ബോഡി അസസ്മെന്റ് കഴിഞ്ഞിട്ട് അവരുടെ ബോഡിക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ചിലപ്പോൾ ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു റാഗി എല്ലാവർക്കും ഒരുപോലെ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ഈ റാഗി എന്ന് പറയുന്നത് നമുക്ക് പാലുണ്ടാവാനുള്ള ഏറ്റവും നല്ലൊരു സാധനമായിട്ട് നമ്മൾ റാഗിനെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ റാഗി കഴിക്കുമ്പോൾ അമ്മക്കും കുട്ടിക്കും വയറിൽ അസ്വസ്ഥത, ഗ്യാസ്ട്രൈറ്റിസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒരേ സാധനം പറ്റും എന്നുള്ളത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അവരവരുടെ ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇന്ന ഒരാൾ പ്രസവിച്ച് കുളിപ്പിക്കുന്ന ആൾക്കാരെ അന്വേഷിച്ച് നമ്മൾ ഒരുപാട് നടക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്കുള്ളത് അങ്ങനെ ഒരു പ്രായമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീനെ വെച്ച് നമ്മൾ ചെയ്യാന്നുള്ളതിലുപരി സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കുട്ടിക്കായാലും അമ്മക്കായാലും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്കിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ഒഴിച്ചൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എണ്ണ തേപ്പ് കുളി മാത്രമല്ല, ഇത്ര ഒരു മിനിമം പ്രഷറിൽ അവരെ എണ്ണ തേച്ച് ഇത്ര ടൈം ഇരുത്തി പിന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് തിളച്ച വെള്ളം, പതക്കുന്ന വെള്ളം എടുത്തിട്ട് നമ്മുടെ ദേഹത്ത് ഒഴിക്കുക എന്നുള്ളത്. പിന്നെ അതിലൊക്കെ ഉപരി നമുക്ക് ഇളം ചൂടാണ്, നമ്മളതിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്ന ചൂട്, ഓരോ ആളുടെ ബോഡി കോമ്പസിഷൻ, ഇതൊക്കെ അതിലൊരു മാറ്ററാണ്. അതുപോലെ സ്റ്റീം ബാത്ത് അവിടെ പോയപ്പോൾ കണ്ടല്ലോ, സ്റ്റീം ബാത്തിൽ എന്താണ് ചെയ്യുന്നത്? സ്റ്റീം ബാത്തിൽ നമുക്കതും ഈ പറഞ്ഞതുപോലെ ഓരോ പേഷ്യൻ്റ് നീർക്കെട്ട്, വേദന, സ്റ്റിഫ്നെസ്, മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പ്രസവിച്ച് കഴിഞ്ഞ് സ്ത്രീകൾക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ഉഴിച്ചൽ കഴിഞ്ഞ് നമ്മളൊരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഒരു 15 to 20 മിനിറ്റ്സ് സ്റ്റീം എടുക്കുകയാണെങ്കിൽ അത്രയും ബോഡി റിലാക്സും മൈൻഡ് റിലാക്സേഷനും കൂടെ സ്റ്റീമിലൂടെ കിട്ടും. അതുപോലെ പ്രസവിച്ചതിന് ശേഷം അമ്മക്ക് കിട്ടേണ്ട കുറേ മെഡിസിൻസുകളുണ്ട് ആയുർവേദിക്. ഇതിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഗർഭാശയ ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ പോവുക. ആ ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ സ്ട്രെങ്തനിങ് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുത്തു തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ലേഹം തൊട്ട്, അതായത് കഷായം, അരിഷ്ടം, ലേഹ്യം, ഇങ്ങനെ പോവും ഫോർമാറ്റ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ആൾക്കാർക്ക് ഓരോ അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും കൂടെ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കൊടുക്കുന്ന റൂമുകൾ എത്ര റൂമുകളാണ് ടോട്ടൽ ഉള്ളത്? നമുക്കിവിടെ 10 റൂം സർവീസാണ് ഉള്ളത്. 10 റൂംസിൽ 2 നോർമൽ റൂമാണ്, ബാക്കി 8 ഡീലക്സ് റൂമുകളാണ് ഉള്ളത്. 10 ഫാമിലിയിൽ വരെ നമുക്ക് ഒരു സമയം അക്കോമഡേറ്റ് ചെയ്യാം. ഏകദേശം എത്ര സ്റ്റാഫാണ് ഇതിന്? നമുക്ക് ടോട്ടൽ 6 to 7 സ്റ്റാഫുകളാണ് ഫുൾ ടൈം ഉണ്ടാവും. ഓക്കെ. ഇതിൽ നമ്മൾ ഈ ഒരു ഫാമിലി അപ്പാർട്ട്മെന്റുകളായിട്ടുള്ളത് അതെ, എല്ലാ റൂംസും നമുക്ക് അപ്പാർട്ട്മെന്റ് ആയിട്ടാണുള്ളത്. അതിൽ നോർമൽ 2 റൂം ആയാലും ഒരു സിംഗിൾ കോട്ടും ഒരു ഡബിൾ കോട്ട്, ഒരു ഹാൾ, ഒരു കിച്ചൺ ഉണ്ട്. ഇതിൽ ഡീലക്സ് റൂമിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു സിറ്റ് ഔട്ട്, ഒരു വരാന്ത എക്സ്ട്രാ ഉണ്ട്. കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. 2 ഡബിൾ കോട്ടുള്ള റൂമാണ്. അതായത് ഇപ്പം നമ്മൾ വീട്ടിലൊരാളെ വെച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വന്ന് അമ്മേനെ കുളിപ്പിക്കുക, കുട്ടീനെ കുളിപ്പിക്കുക, മാക്സിമം പോയി അവരുടെ ലോണ്ടറി കാര്യങ്ങൾ കൂടെ അവർ ശ്രദ്ധിക്കും.
പക്ഷെ അവരെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവുക അവരുടെ വീട്ടിലുള്ള ആൾക്കാരായിരിക്കും. അവരുടെ നോളജ് നമ്മൾ ഇപ്പോൾ പുരാതനമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളായിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക. നമ്മൾക്ക് പക്ഷേ ഇതുപോലെ ഫുൾ ബോഡി ഒരു അസസ്മെൻറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഫുഡുകളും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ കൊടുക്കുന്നതിന് നമ്മളത്രയും മീൻസ് എല്ലാ ദിവസവും ഈ ഒരു 30 days എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും ഒരു 100% ഭയങ്കര ബെനിഫിറ്റാണ്. ഫാമിലിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം. അതിപ്പോൾ ഒരു റൂം, ഏത് റൂമായാലും നമുക്കുള്ള 10 റൂമിൽ ഇപ്പോൾ 2 നോർമൽ റൂമായാലും നമ്മൾ ഡീലക്സ് റൂം ആയിക്കഴിഞ്ഞാലും അറ്റ് എ ടൈം 10 ഫാമിലീനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. ആർക്ക് വേണം കൊടുത്ത് നമുക്ക്. നമുക്കിപ്പോൾ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ബൈസ്റ്റാൻഡറിന് നമ്മളെ അമ്മയുടെ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ A to Z നോക്കും. അതുപോലെ ബൈസ്റ്റാൻഡറിന്റെ 3 നേരത്തെ ഭക്ഷണം കൂടെ നമ്മൾ ഈ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഗ്ലോമോം പോസ്റ്റ്മോർട്ടം കെയർ ഈ ഒരു സ്ഥാപനത്തിന്റെ ഇതിന്റെ എന്താണ് ഇത്, എന്തൊക്കെയാണ് ഇവിടെ എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് നമുക്ക് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഈ ഒരു സ്ഥാപനത്തിന്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ 24 hour പവർ ബേക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പ്ലേ ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിശാലമായ പാർക്കിംഗ് ഉണ്ട്. അത്യാവശ്യം വിശാലമായ സൗകര്യത്തിൽ തന്നെയാണ് ഓരോ അപ്പാർട്ട്മെൻറ്റുകളും ഉള്ളത്. ട്രീറ്റ്മെൻറ്റ് റൂമുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ആലുപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. രാമനാട്ടുകരയിൽ നിന്ന് 7 കിലോമീറ്ററും അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഏരിയയിലേക്കുള്ളത്. ഇതിൻ്റെ ലൊക്കേഷനും അഡ്രസ് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.